ഹലോ, വെൽക്കം ടു നെതൻസ് വേൾഡ്. ഇന്ന് നമുക്കൊരു നാടൻ മീൻകറി ഉണ്ടാക്കാം. മീൻകറി ഉണ്ടാക്കാൻ ഇവിടെ നേതൂട്ടന് വന്നിരിപ്പുണ്ട്. അവൻ ആപ്പിളൊക്കെ കഴിച്ചിരിപ്പുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഒരു വലിയുള്ളി, 2 തക്കാളി അരിഞ്ഞത്, പിന്നെ അതിലേക്കുള്ള കരിവേപ്പില വീട്ടിലുണ്ടായത് തന്നെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഉണ്ടാക്കാൻ പോകുന്നത് വിറകടുപ്പിലാണ്. വിറകടുപ്പിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കൂടുമെന്ന് പറയില്ലേ. പിന്നെ അത് മാത്രമല്ല, ഗ്യാസ് കഴിഞ്ഞിരിപ്പുണ്ടോ, അതുകൊണ്ട് വിറകടുപ്പിലുണ്ടാക്കുകയാണ്. പിന്നെ അത് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്കിഷ്ടമല്ല, എൻ്റെ ഇരുമ്പ് ചട്ടിയിലാണ്. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് കൂടും, എൻ്റെ ഒരു തോന്നലാണ്. ഞാൻ ഞോണക്ക് ഇതിലാണ് ഉണ്ടാക്കാറ്, പക്ഷെ എൻ്റെ അമ്മ തീർക്കാറില്ല. അമ്മ അറിയത് കട്ടി കൂടുതലായതുകൊണ്ട്, അടി കട്ടി കൂടുതലായതുകൊണ്ട് ചൂടായി കിട്ടാൻ പണിയെന്ന് പറയും. ബട്ട് ഇത് വിട്ട് ഒരിക്കലും കളിയില്ലേ, ഞാൻ എല്ലാം ഇതിൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായാൽ അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വേഗം വാടി കിട്ടുമോ നമുക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും മസാലയിലുണ്ടോ അതിൽ. അങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പുളി ഇട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ. അങ്ങനെ ഇട്ട് വെച്ചാൽ വേഗം കുതിർന്ന് കിട്ടും. ഞാൻ മീൻകറി ഉണ്ടാക്കണേ ഒരു 10 മിനിറ്റ് മുന്നേ കുതിർക്കാൻ വെച്ചിട്ടുണ്ടേ. അങ്ങനെ പുളിവെള്ളം പാർന്ന് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം. അടച്ചൊരു 10 മിനിറ്റ് ഞാൻ വേവിക്കും. അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ട് വേവിക്കാം. എന്തിനാ വെച്ചാൽ എനിക്ക് ഈ മീൻ കറി വെള്ളം പോലെ ഇഷ്ടമല്ല, ഒന്ന് വറ്റിച്ച് കഴിക്കാനാണ് എനിക്കിഷ്ടം. അതിനുവേണ്ടി ഞാൻ തുറന്നിട്ടിട്ടൊരു 5 മിനിറ്റ് 10 മിനിറ്റ് പിന്നെ വേവിക്കും. ഒരുപാട് വേവരുത് നമ്മൾ പറയും, എൻ്റെ മീനായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ച് നമ്മുടെ നാടൻ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി എൻ്റെ അമ്മ ഉണ്ടാക്കിയ മറ്റ് വിഭവങ്ങളൊക്കെ കൂട്ടി അത് കഴിക്കാൻ പോകണ്ടോ. എനിക്കിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനും അതിലേറെ അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ, ബൈ.